പ്രകാശമേ മിഴി തുറക്കുക വേഗം. വചനം മാംസമായി അവതരിച്ച ഈശോയെ കുറിച്ച് യോഹന്നാൻ പറയുന്നത്, എന്റെ പിന്നാലെ വരുന്നവൻ അവൻ എന്നെക്കാളും ശക്തനാണെന്ന് പറയുന്ന യോഹന്നാനെ കാണാൻ പറ്റും. ഈ ഡിസംബർ മാസത്തിൽ നമ്മൾ ഈശോ കഴിഞ്ഞാൽ ഏറ്റവും അധികം ധ്യാന വിഷയമാക്കി മാറ്റുന്ന ഒരു വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. അവന്റെ സാക്ഷ്യം തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട്, ഞാനൊന്നുമല്ല കേട്ടോ, എന്റെ പിന്നാലെ വരുന്നവനാണ് എന്നെക്കാളും വലിയവനെന്ന് പറയാനുള്ള മനസ്സ് കാണിക്കുന്ന യോഹന്നാൻ, ക്രിസ്തുവിനെ പൂർണ്ണമായും വെളിപ്പെടുത്തുന്നവൻ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ പദ്ധതി ഈ ഒരു വ്യക്തിയിൽ, ഈ യോഹന്നാനിലൂടെ നിറവേറുകയാണ്. യോഹന്നാനെ തിരഞ്ഞെടുക്കുമ്പോഴുള്ള കാരണം മറ്റൊന്നുമല്ല, അവനെ ദൈവം അനന്തമായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കർത്താവിന് സാക്ഷ്യം നൽകാൻ വേണ്ടി യോഹന്നാനെ ദീർഘനാൾ ഒരുക്കി എടുക്കുന്ന കർത്താവ് ദൈവം. അതുകൊണ്ടാണ് യോഹന്നാൻ ഈ ദൈവത്തിന്റെ ഒരുക്കലുകൾക്ക് വിധേയമാക്കപ്പെട്ടത് കൊണ്ടാണ് യോഹന്നാൻ മാനുഷിക ചോദനകൾക്ക് വിധേയമാകാതെ, മാനുഷികമായ അഹത്തിന്റെ വ്യാപാരങ്ങൾക്ക് വിധേയമാകാതെ എളിമയോടെ കർത്താവിനെ പ്രഘോഷിക്കുവാൻ തയ്യാറാകുന്നത്. നമുക്ക് ഈ ദിവസം നമുക്ക് ആത്മാർത്ഥമായി, ഈ ക്രിസ്മസിന് ശേഷമുള്ള ഈ ദിവസം നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. യോഹന്നാനെ പോലെ കർത്താവിനെ വലുതായി കണ്ടുകൊണ്ട് മാനുഷിക ചോദനകൾക്ക് വിധേയമാകാതെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ തക്ക വിധത്തിൽ ദൈവമേ, നീ ഞങ്ങളെ ഒരുക്കിയെടുക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ. നിൻ വഴിയേ നടക്ക